പി.സി. ജോർജിന്റെ അറസ്റ്റ് ഉടനുണ്ടാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വിദ്വേഷ പരാമർശം നടത്തി ഒളിവിൽ പോയ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് ഇന്ന് പോലീസിൽ കീഴടങ്ങിയേക്കും. സ്റ്റേഷനിലെത്തുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. പി.സി. ജോർജിന്റെ വീട്ടിൽ ഈരാറ്റുപേട്ട പോലീസ് എത്തിയെങ്കിലും അറസ്റ്റ് വാറണ്ട് നൽകാനായില്ല. ജോർജിനെ പ്രകടനമായി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ബി.ജെ.പി. ശ്രമം പോലീസ് തടഞ്ഞു. അറസ്റ്റും നടപടികളും ഒഴിവാക്കാൻ പി.സി. ജോർജ് ശാരീരിക അവശത കാണിച്ച് നാടകം കളിക്കാൻ സാധ്യതയുണ്ടെന്ന് പരാതിക്കാരൻ മുഹമ്മദ് ഷിഹാബ് മീഡിയ വണിനോട് പറഞ്ഞു. ഇപ്പോൾ ഈ നടത്തുന്നത് ചില ആളുകളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില താല്പര്യങ്ങളും ഈ തിരക്കഥയുടെ ഭാഗമായി ബാക്കി കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരവരുടെ പണി ചെയ്യട്ടെ. അവർക്ക് പരമാവധി ആ ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇത്ര നേരമായിട്ട് ഈ സമയത്താണ് ഇവിടെ വന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അവർക്കും കൃത്യമായി കാര്യങ്ങൾ അറിയാം. പക്ഷേ ഞങ്ങൾ എന്തൊക്കെയോ വരുത്തിച്ച് ഞങ്ങളാണ് ഇതിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കരുതുന്നത്. വാർത്തകളുടെ വിശദാംശങ്ങൾ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ തേടേണ്ടതുണ്ട്. പി.സി. ജോർജിന്റെ വീട്ടിൽ നിന്ന് ജോസി ബാബുവും ഒപ്പം തന്നെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് യു ഷൈജുമാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ആദ്യം ജോസി ബാബുവിലേക്കാണ്. ജോസി, ഈരാറ്റുപേട്ട പോലീസ് പി.സി. ജോർജിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിലും വാറണ്ട് അടക്കം നൽകാൻ കഴിഞ്ഞിട്ടില്ല. പി.സി. ജോർജ് വീട്ടിലില്ല എന്ന് തന്നെയാണോ ലഭിക്കുന്ന വിവരം? ജിൽസി, പി.സി. ജോർജ് വീട്ടിലില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് പി.സി. ജോർജ് ഒളിസങ്കേതത്തിലേക്ക് പോയതെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും പി.സി. ജോർജ് ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തി അറസ്റ്റ് നടപടികളുമായി സഹകരിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചു നേരത്തെ പി.സി. ജോർജ് കത്ത് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പി.സി. ജോർജ് കീഴടങ്ങിയേക്കുമുള്ള എന്നുള്ള സൂചനകളിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കവും നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ പി.സി. ജോർജിന്റെ വീടിന് മുൻപിൽ വലിയ രീതിയിൽ ബി.ജെ.പി. പ്രവർത്തകരും നേതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. ബി.ജെ.പി. മധ്യമേഖലാ പ്രസിഡന്റ്, അതോടൊപ്പം ബി.ജെ.പിയുടെ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർ എന്നിവരൊക്കെയും പി.സി. ജോർജിന്റെ തെക്കേക്കരയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്നു. അതോടൊപ്പം തന്നെ എപ്പോൾ അറസ്റ്റ് നടപടികളുടെ ഭാഗമായി ഹാജരാകണം, അതോടൊപ്പം എവിടെ എത്തിച്ചേരണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നേതൃതലത്തിൽ ചില കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് മുമ്പായി ബി.ജെ.പി. നേതാക്കളൊക്കെ പി.സി. ജോർജിന്റെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പി.സി. ജോർജ് ഇനി അവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടോ? അവിടെ നിന്ന് ഒരു പ്രകടനമായി പോകാനുള്ള തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് നടക്കും, അതായത് വീട്ടിലേക്ക് പി.സി. ജോർജ് എത്തിച്ചേരുമെന്ന് ബി.ജെ.പി. നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ അത്തരമൊരു നിർദ്ദേശം നേതാക്കൾ അണികൾക്ക് നൽകിയിരുന്നു. കൂടുതൽ പേരും ഇവിടേക്ക് എത്തണം, വീട്ടിലേക്ക് എത്തണം, ഇവിടെ നിന്ന് പ്രകടനമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അറസ്റ്റ് നടപടികളുടെ ഭാഗമായി അവിടെ എത്തിച്ചേരുകയും അവിടെ പി.സി. ജോർജിനുമായി എത്തിയ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുവാനുമായിരുന്നു നേരത്തെ അണികളോട് ബി.ജെ.പി. നേതൃത്വം അറിയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് ആ അറിയിപ്പിന് പിന്നാലെയാണ് പോലീസ് നേരിട്ട് എത്തി ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്താൻ അനുമതിയില്ലാത്ത ചില സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ അത്തരമൊരു പ്രകടനം നടത്താൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. എന്തായാലും ആദ്യം പോലീസ് ചില ഇടപെടൽ നടത്തുകയാണ് എന്ന ആരോപണം ബി.ജെ.പി. നേതൃത്വം ഉന്നയിച്ചെങ്കിലും പിന്നീട് ബി.ജെ.പി. ജില്ലാ നേതൃത്വം പ്രകടനം നടത്തുന്നില്ല എന്ന കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ബി.ജെ.പി. മുതിർന്ന നേതാക്കളും കുടുംബാംഗങ്ങളും ഒക്കെ തമ്മിൽ ആശയവിനിമയം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പായി പി.സി. ജോർജ് ഈരാറ്റുപേട്ടയിലെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. അത്തരത്തിലുള്ള സാധ്യത തന്നെയാണ് പോലീസും പറയുന്നത്. ഒരുപക്ഷെ പി.സി. ജോർജിന് കോടതിയിൽ ഹാജരാകാനുള്ള മറ്റൊരു ഉപാധി കൂടിയുണ്ട്. പക്ഷേ നേരത്തെ പി.സി. ജോർജ് തന്നെ ചില ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിന് കത്ത് നൽകിയ പശ്ചാത്തലത്തിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഹാജരായി അറസ്റ്റ് നടപടികളുമായി സഹകരിക്കാനാണ് സാധ്യത. നേരത്തെ മുമ്പുണ്ടായ പല കേസുകളിലും സമാനമായ രീതിയിൽ കോടതിയിൽ നിന്നും പി.സി. ജോർജിന്റെ ചില ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിൽ കോടതിയിലെത്തി പി.സി. ജോർജ് അറസ്റ്റ് നടപടികളുടെ ഭാഗമായി അറസ്റ്റ് വഹിക്കുമോ അല്ലെങ്കിൽ എന്നുള്ള കാര്യവും നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്തും അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ വീടിന് പരിസരത്തുമൊക്കെ കൂടുതൽ പോലീസിന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് നടപടികൾ വീക്ഷിക്കാൻ വീടിന് പുറത്തും ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ മാധ്യമപ്രവർത്തകരുടെയും ബി.ജെ.പി. പ്രവർത്തകരുടെയും വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ വാർത്തകളൊക്കെ പുറത്തേക്കൊക്കെ എത്തിക്കാൻ ബി.ജെ.പി. മാധ്യമപ്രവർത്തകർ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. പക്ഷേ പി.സി. ജോർജ് എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ബി.ജെ.പി. നേതാക്കളോ കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാകുമെന്നുള്ള തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കോടതിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. കഴിഞ്ഞ ജനുവരി 5-ാം തീയതിയാണ് ഈ വിവാദമായ ചാനൽ ചർച്ച നടക്കുന്നത്. ആ ചാനൽ ചർച്ചയിലാണ് അദ്ദേഹം വിവാദമായ പരാമർശം നടത്തുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ആദ്യം
കോട്ടയം സെഷൻസ് കോടതിയിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും 5 തവണ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ മാറ്റിവെച്ച് ഫെബ്രുവരി 5-ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പ്രധാനമായും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണമാണ് PC ജോർജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സെഷൻസ് കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം തള്ളിയത്. പിന്നീട് ഹൈക്കോടതിയിലും PC ജോർജ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റിനുള്ള വഴി തെളിഞ്ഞത്. ആദ്യഘട്ടത്തിൽ തിടുക്കപ്പെട്ട് ബലം പ്രയോഗിച്ചുള്ള ഒരു അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്ന വിവരം. പിന്നീട് ശനിയാഴ്ചയോടെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ DGPയുടെ ഓഫീസ് അനുമതി നൽകി. ഈ അനുമതിക്ക് പിന്നാലെയാണ് PC ജോർജ് ഇവിടെ നിന്ന് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയത്.